أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان. الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان. സൂറത്തു റഹ്മാനിലെ 13 ആയത്തുകളാണ്. അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ? അർ-റഹ്മാൻ. അപ്പോൾ ഈ സൂറത്തിന് ഒരുപാട് ശ്രേഷ്ഠതകളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ പരിശോധിച്ചാൽ മിക്ക സൂറത്തുകൾക്കും അതിൻ്റേതായ ചില പ്രത്യേകതകൾ കാണാൻ കഴിയും. പക്ഷെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഖുർആനെ സംബന്ധിച്ച അറിവും ആസ്വാദനവും അനുസരിച്ച് ഓരോരുത്തരും അത് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് മാത്രം. എന്നാൽ ഈ അധ്യായത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റേതായ ചില പ്രത്യേകതകൾ പ്രത്യക്ഷത്തിൽ തന്നെ ആർക്കും കണ്ടറിയുവാൻ സാധിക്കും. അതാണത്. വിഷയത്തിൻ്റെ ഗൗരവത്തോടൊപ്പം തന്നെ ആസ്വാദന രസം, അതായത് പാരായണത്തിൻ്റെ ഭംഗി, ശ്രവണസുഖം, അത്യാകർഷകമായ പ്രതിപാദന രീതി ആദിയായ വശങ്ങളിൽ സൂറത്തു റഹ്മാൻ്റെ സവിശേഷത പ്രസിദ്ധമാണ്. പാരായണ വേളയിലും ശ്രവണവേളയിലും രോമാഞ്ചമുണ്ടാക്കുന്നതും ഹൃദയത്തിന് നടുക്കം ബാധിക്കുന്നതുമായ ഒരു വചനമാണല്ലോ 31 പ്രാവശ്യം മനുഷ്യരെയും ജിന്നുകളെയും അഭിമുഖീകരിച്ചുകൊണ്ട് ആവർത്തിച്ച് പറയപ്പെട്ടിട്ടുള്ള ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്ന ആ ആയത്ത്. അത് കേൾക്കുമ്പോൾ എന്തുണ്ട്? സംഗീതരസം, നീട്ടി ഓതുമ്പോൾ ഗാനമധുരം അനുഭവപ്പെടും അല്ലേ? അതേ അവസരത്തിൽ അതിലടങ്ങിയ ഗൗരവമേറിയ ചോദ്യവുമുണ്ട്. അതിൻ്റെ അർത്ഥവ്യാപ്തി ഹൃദയമുള്ളവ ഓരോരുത്തരെയും ചിന്തിപ്പിക്കും. അള്ളാഹുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം അർപ്പിച്ച് 31 വട്ടം നന്ദി രേഖപ്പെടുത്തുവാൻ അതവനെ നിർബന്ധിപ്പിക്കുന്നത് കാണാം. ഇനി അതിൻ്റെ പേര് അറൂസുൽ ഖുർആൻ, ഖുർആനിലെ നവവധു എന്നൊരു ബഹുമതി പേര് ഈ അധ്യായത്തിന് പറയപ്പെടാറുള്ളതിന് കാരണം ഇതിൽ നിന്നെല്ലാം മോഹിക്കാം. അപ്പോൾ ഇനി നമുക്കതിൻ്റെ അർത്ഥവും ചെറുതായിട്ട് നോക്കാം. അർ-റഹ്മാൻ, അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ? അർ-റഹ്മാൻ അള്ളാഹിൻ്റെ ഒരു പേരല്ലേ? റഹ്മാൻ്റെ നേരർത്ഥം അല്ലേ? പരമകാരുണികൻ. അതായത് റഹ്മാനാണ് അള്ളാഹു. ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനാണ് റഹ്മാൻ്റെ അർത്ഥം. റഹ്മാനായ അള്ളാഹു അല്ലേ? അല്ലമൽ ഖുർആൻ, അവൻ ഖുർആൻ പഠിപ്പിച്ചു. അല്ലമ എന്ന് വെച്ചാൽ പഠിപ്പിച്ചു. അത് ഖുർആനെ പഠിപ്പിച്ചു. ഖലഖൽ ഇൻസാൻ, ഖലഖ അവൻ സൃഷ്ടിച്ചു. അൽ ഇൻസാന മനുഷ്യനെ സൃഷ്ടിച്ചു. അല്ലമഹുൽ ബയാൻ, അവൻ മനുഷ്യനിക്ക് വിവരണം പഠിപ്പിച്ചു. അല്ലമഹു വെച്ചാൽ അവനെ പഠിപ്പിച്ചു, മനുഷ്യനെ പഠിപ്പിച്ചു അള്ളാഹു. അൽ ബയാനാന്ന് വെച്ചാൽ എന്താ? ബയാൻ പഠിപ്പിച്ചു എന്ന് വെച്ചാൽ സംസാരം അല്ലേ? നമ്മൾ മനസ്സിലുള്ള കാര്യത്തെ നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കാനുള്ള ആ കഴിവ്. അശംസു വൽ ഖമറു ബി ഹുസ്ബാൻ, അശംസു സൂര്യനും വൽ ഖമറു ചന്ദ്രനും ബി ഹുസ്ബാൻ കണക്കനുസരിച്ചാകുന്നു. അതായത് സൂര്യനും ചന്ദ്രനും ബി ഹുസ്ബാൻ എന്ന് വെച്ചാൽ കണക്കനുസരിച്ചാണ് സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ നിലകൊള്ളുന്നത്. വന്നജുമു വശജറു യസ്ജുദാൻ, വന്നജുമു എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം പറയാം. വന്നജുമു എന്ന് വെച്ചാൽ എന്താ? ചെടി എന്നുണ്ട്, അതാ വള്ളിയുള്ളത്. വശജറു വള്ളിയില്ലാത്ത തടി അല്ലേ? അങ്ങനത്തെ രണ്ട് ഇതുണ്ടല്ലോ. വന്നജുമു എന്ന് പറഞ്ഞാൽ ചെടി. അതുപോലെ തന്നെ വശജറു വൃക്ഷം. യസ്ജുദാനി അത് രണ്ടും സുജൂദ് ചെയ്യുന്നു. ചെടി, വള്ളി, വന്നജുനി നക്ഷത്രം എന്ന് അർത്ഥം പറയാം. വശജറുജ വൃക്ഷം. യസ്തുദാനി അത് രണ്ടും എന്ത് ചെയ്യുന്നു? സുജൂദ് ചെയ്യുന്നു, അള്ളാഹുവിന്
സുജൂദ് ചെയ്യുന്നു, അതിൻ്റേതായ രീതിയിലുള്ള സുജൂദ്. വസ്സമാ റഫഅഹ വവളഅൽ മീസാൻ, വസ്സമാ ആകാശത്തെ റഫഅഹ അള്ളാഹു ഉയർത്തി, വവളഅൽ മീസാന തുലാസ് സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. ആകാശത്തെ അവൻ ഉയർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ വളഅൽ മീസാൻ, മീസാനെ സ്ഥാപിച്ചു, തുലാസ് തൂക്കാനുള്ളത്. എന്തിനു വേണ്ടി തുലാസ് സ്ഥാപിച്ചത്? അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, അല്ലാ തത്ഗൗ ഫിൽ മീസാനി, നിങ്ങളെന്ത് ചെയ്യുക? തുലാസിൽ ക്രമം തെറ്റാതിരിക്കാൻ, അതായത് നിങ്ങൾ അക്രമം കാണിക്കാതിരിക്കാൻ. ഫിൽ മീസാനി, തുലാസിൽ. വാഖിമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ, വാഖിമുൽ വസ്ന, നിങ്ങളെന്ത് ബിൽ ഖിസ്തി, നീതി അനുസരിച്ച് തൂക്കത്തെ നിങ്ങളെന്ത് ചെയ്യുക? നിലനിർത്തുക. വലാ തുഖ്സിറുൽ മീസാൻ, നിങ്ങളെന്ത് ചെയ്യരുത്? തുലാസിൽ നഷ്ടം വരുത്തരുത്, തൂക്കത്തിൽ നഷ്ടം വരുത്തരുത്. അപ്പോൾ നിങ്ങൾ നീതി അനുസരിച്ച് തൂക്കം നിലനിർത്തുക, തൂക്കത്തിൽ നഷ്ടം വരുത്തുകയും ചെയ്യരുത്. വൽ അർള വളഅഹ ലിൽ അനാം, വൽ അർള ഭൂമിയെ വളഅഹ അതിനെ അല്ലാഹ് വെച്ചു, ലിൽ അനാമി സൃഷ്ടികൾക്ക് വേണ്ടി. ഭൂമിയെ അവനതിനെ സ്ഥാപിച്ചിരിക്കുന്നു, ലിൽ അനാമി സൃഷ്ടികൾക്ക് വേണ്ടി, ജീവികൾക്ക് വേണ്ടി സ്ഥാപിച്ചതാണ്. ഫീഹ ഭൂമിയിലുണ്ട്, ഫാക്കിഹത്തുണ്ട്, ഫാക്കിഹത്ത് എന്ന് വെച്ചാൽ എന്താ? പഴങ്ങളുണ്ട്. വന്നഖ്ലു ഈന്തപ്പനകളുണ്ട്. ദാത്തുൽ അക്മാമി പാളകളുള്ള. അപ്പോൾ ഫീഹ അതിലുണ്ട്, ഫാക്കിഹത്ത് എന്ന് വെച്ചാൽ എന്താ? അതിൽ പഴവർഗ്ഗമുണ്ട്, അതായത് സുഖഭോഗ വസ്തു എന്നോ ഫാക്കിഹത്ത്, അത് പഴവർഗ്ഗം. വന്നഖ്ലു നഖ്ലു ഉണ്ട്, ഈന്തപ്പനയുണ്ട്. ദാത്തുൽ അക്മാമി എന്ന് വെച്ചാൽ പാളയുള്ള ഈത്തപ്പന അല്ലേ? ഈത്തപ്പന തെങ്ങൊക്കെ അങ്ങനെയല്ലേ? ദാത്തുൽ അക്മാം, പാളകളുള്ള, അല്ലെങ്കിൽ പോളകളുള്ള എന്നൊക്കെ പറയും. വൽ ഹബ്ബുൽ അസ്ഫി വർ റൈഹാൻ, വൽ ഹബ്ബ് തന്നെ ഹബ്ബുണ്ട്, ദുൽ അസ്ഫുള്ള ഹബ്ബ് എന്ന് വെച്ചാൽ വൈക്കോലുള്ള ധാന്യമുണ്ട്, വൈക്കോലുള്ള ഓലകളുള്ള ധാന്യം. വർ റൈഹാനു സുഗന്ധച്ചെടിയുണ്ട്. അല്ലെങ്കിൽ വർ റൈഹാൻ എന്തും പറയാം, അർത്ഥം പറയാം രുചികരമായ ഭക്ഷ്യവസ്തു, അവ ഭൂമിയിലുണ്ടെന്ന്. അതമ്മ ഞാൻ അവസാനം ഇത് 13-ാമത്തെ. ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? അപ്പോൾ ഇത്രയൊക്കെ അനുഗ്രഹം ചെയ്തു തന്ന അള്ളാഹുവിനെ നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുക? ഫബി അയ്യി എന്ന് വെച്ചാൽ അയ്യി ആലാഇ റബ്ബിക്കുമ, നിങ്ങൾ രണ്ടുപേരുടെയും, അതായത് മനുഷ്യ ജിന്ന് വർഗങ്ങളോടാണ് പറയുന്നത്. നിങ്ങൾ രണ്ട് വിഭാഗത്തിൻ്റെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് തുകദ്ദിബാൻ നിങ്ങൾ നിഷേധിക്കുന്നത്, വ്യാജമാക്കുന്നു, നിഷേധിക്കുന്നത് എന്നാണ് ചോദിച്ചത്. നമുക്കതിൻ്റെ തഫ്സീർ എന്ത് ചെയ്യുക ഒന്ന് പരിശോധിക്കാം. തഫ്സീർ സൂറത്തുർ റഹ്മാൻ വഹിയ മക്കിയൻ, മക്കയിൽ നബിയുടെ നുബുവത്തിന് മുന്നേ അവതരിച്ച, നുബുവത്തല്ലല്ലോ, നബിയുടെ ഹിജ്റക്ക് മുമ്പ് കേട്ടോ, ഹിജ്റക്ക് മുമ്പ് അവതരിച്ചതാണ് മക്കി എന്ന് പറയാം. അപ്പം ഇനി നമുക്കതിൽ പറയാനുള്ള കാര്യങ്ങൾ എന്താണ്? നേരത്തെ പറഞ്ഞതിൽ ഇതൊക്കെ നേരെ ആയിരിക്കും. കാല അബു ഈസ തിർമിദി, നേരത്തെ പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞതൊക്കെ ഇബ്നു കസീറിൻ്റെ അർത്ഥങ്ങളാണ് കൂടുതലും അതിൽ വരാം. കാല അബു ഈസ തിർമിദി പറഞ്ഞു, ഹദ്ദസന അബ്ദുറഹ്മാൻ ബിൻ വാഖിദ് അബു മുസ്ലിമിൻ ഹദ്ദസന വലീദ് ബിൻ മുസ്ലിമിൻ അൻ സഹീർ ബിൻ മുഹമ്മദിൻ അൻ മുഹമ്മദ് ബിൻ മുൻകദിൻ അൻ ജാബിൻ ഖാല, ജാബിർ തങ്ങൾ പറയാണ്, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു, അല അസ്ഹാബി സഹാബാക്കളുടെ മേൽ നബി തങ്ങൾ വന്നു. എന്നിട്ട് ഫഖറഅ അലൈഹിം അവരുടെ മേൽ ഓതി സൂറത്തു അർ-റഹ്മാൻ സൂറത്ത് ഓതി, മിൻ അവ്വലിഹാ ഇലാ ആഖിരി ആദ്യം മുതൽ അവസാനം വരെ ഓതിയിട്ടാ. ഫസക്കത്തു അപ്പോൾ അവർ മിണ്ടാതിരുന്നു. ഫഖാല അപ്പോൾ നബി പറഞ്ഞു, ലഖദ് ഖറഅതു ഹാലൽ ജിന്നി ലൈലത്തൽ ജിൻ, ഞാൻ ജിന്നുകളെ കണ്ടുമുട്ടിയ സമയത്ത് ഞാൻ അതിനെ ഓതി. ഫകാനു അഹ്സന മർദൂദ മിൻകു, അപ്പോൾ നിങ്ങളെക്കാൾ നല്ലവണ്ണം അവർ എന്ത് പറഞ്ഞു? അതിന് മറുപടി പറഞ്ഞല്ലോ. കുന്തു കുല്ലമാ അത്തൈതു അലാ ഖൗലിഹി,
ഫബി ഐ ആലായി റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്ന കൗലിൻ്റെ മേൽ ഞാൻ അത് ഓതുമ്പോഴെല്ലാം ഖാലു അവർ പറയും, അവർ അതിന് ഉത്തരം പറഞ്ഞെന്താ, ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദ് എന്നവർ പറഞ്ഞു. അപ്പോൾ ഈ ഫബി ഐ ആലായി റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്നുള്ളത് തന്നെ 31 പ്രാവശ്യം ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ആയത്ത് പറയുമ്പോഴെല്ലാം അവരെന്താ പറഞ്ഞ, ഇതൊരു ചോദ്യം പോലെയാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ലാ ഞങ്ങൾ നിഷേധിക്കുന്നില്ല, ബിശൈഇൻ മിൻ നിഅമിക അള്ളാഹുവെ നിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്നൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ലാ നുകദ്ദിബു അല്ല റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ഫലക്കൽ ഹംദ് നിനക്കാണ് സർവസ്തുതിയും എന്നവർ അങ്ങനെ പറഞ്ഞിരുന്നു. സുമകാല ഹാദ ഹദീസൻ ഖരീബൻ ലാ നഅരിഫു ഇല്ലാ മിൻ ഹദീസിൽ വലീദ് ബിൻ മുസ്ലിമിൻ അൻ സുഹൈർ ബിൻ മുഹമ്മദിൻ സുമ്മ ഹക്ക അനിൽ ഇമാമി അഹ്മദ് അന്നഹു കാന ലാ യഅരിഫു യുൻകിറു റിവായത്ത് അഹ്ലി ഷാമി അൻ സുഹൈർ ബിൻ മുഹമ്മദിൻ ഹാദ. ഇനി റവാൽ ഹാഫിദ് അബൂ ബക്കർ അൽ ബസ്സാർ അൻ അംർ ബിൻ മാലിക്കിൻ അൻ വലീദ് ബിൻ മുസ്ലിമിൻ അൻ അബ്ദുല്ലാഹി ബിൻ അഹ്മദ് ബിൻ ശൗബവൈഹി അൻ ഇശാബിൻ അമ്മാരിൻ കിലാഹുമാൻ വലീദ് ബിൻ മുസ്ലിം ബിഹി ഖാല ലാ നഅരിഫുഹു യുർവ ഇല്ലാ മിൻ ഹാദൽ. അപ്പോൾ ഈ വജീഹ് പ്രകാരം മാത്രമേ വന്നിട്ടുള്ളൂ ഈ പറഞ്ഞ ഈ ഹദീസ്. ഇനി പറയുന്നതാണ്, വഖാല അബൂ ജാഫർ ബിൻ ജരീർ ഹദസന മുഹമ്മദ് ബിൻ അബ്ബാദ് ബിൻ മൂസ ഇനി അനിബിൻ ഉമറിനെ തൊട്ടിട്ട് അന്ന റസൂലുള്ളാഹി ഖറഅ സൂറത്തുർ റഹ്മാൻ ഔ ഖുരിയത്ത് ഇൻദഹൂന്ന് ഫഖാല മാലി അസ്മഉൽ ജിന്ന അഹ്സന ജവാബൻ ലി റബ്ബിഹാ മിൻകും മാദാക യാ റസൂലുള്ളാഹ് ഖാല. അപ്പോൾ നേരത്തെ പറഞ്ഞ ആയത്ത് തന്നെ കേട്ടോ. ഇനി യുഖ്ബിറു തആല അൻ ഫദ്ലിഹി വറഹ്മത്തി. ബിസ്മില്ലാഹിർ റഹ്മാൻ നമ്മൾ ഞാൻ അതിൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. യുഖ്ബിറു തആല അല്ലാഹു തആല അൻ ഫദ്ലിഹി അതിൻ്റെ ഫദ്ലിലും വറഹ്മത്തി ബി ഖൽഖിഹി അവൻ്റെ ഔദാര്യത്തെയും അവൻ്റെ കാരുണ്യത്തെയും പറ്റി അള്ളാഹ് പറഞ്ഞു തരികയാണ്. അവൻ്റെ സൃഷ്ടികൾക്ക് ചെയ്ത കാരുണ്യം. അത് അന്നഹു അൻസല അല ഇബാദിൽ ഖുർആൻ അവൻ അടിമകൾക്ക് ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു. വയസ്സറി ഹിഫ്ളു അതിനെ മനഃപ്പാഠമാക്കാൻ അതിനെ പഠിക്കാൻ എളുപ്പമാക്കി. ഫഹ്മഹു അത് മനസ്സിലാക്കാനും അലാമൻ റഹിമ അള്ളാഹ് കരുണ ചെയ്തവർക്ക് അത് മനസ്സിലാക്കാനൊക്കെ അവൻ എളുപ്പമാക്കി കൊടുത്തു. ഫഖാലണ്ടല്ല പറയാം അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ എന്നൊക്കെ അള്ളാഹ് പറഞ്ഞു തരാം നമ്മളോട്. ഖാലൽ ഹസൻ യാനി അൻ നുത്തുഖ് അവിടെ അല്ലമഹുൽ ബയാൻ എന്ന് പറഞ്ഞാൽ എന്താ, ബയാൻ്റെ അർത്ഥം നുത്തുഖ് സംസാരശേഷി തന്നു. ലഹാക്കും ഖതാദ വൈറും പറഞ്ഞത് യാനി അൽ ഖബറ അൽ ഖൈറ വശറ നന്മയും തിന്മയും പഠിപ്പിച്ചു തന്നു. ബയാൻ പഠിപ്പിച്ചു വെച്ചാൽ നന്മയും തിന്മയും. വഖൗലുൽ ഹസൻ ഹാഹുന അഹ്സനു വഅഖ്വ അഹ്സൻ തങ്ങൾ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ നമ്മളത് നുത്തുഖ എന്ന് പറഞ്ഞല്ലോ, അതാണ് ഏറ്റവും ബലപ്പെട്ടതും നല്ലതും. കാരണം ലിഅന്ന സിയാഖ ഫി താലിമി തഅൽ ഖുർആൻ വഹുവ അദാഉ തിലാവത്തി വഇന്നമാ യകൂനു ദാലിക ബി തൈസീരി നുത്തുഖി. ഖുർആൻ അല്ലാഹ് പഠിപ്പിച്ചു എന്ന സിയാഖ് അത് വഹുവ അദാഉ തിലാവത്തിഹി അത് ഓതലല്ലേ. വൈന്നമായ യകൂനു ദാലിക ബി തൈസീരി നുത്തുഖി അലൽ ഖൽഖി അതുണ്ടാകുന്നത് സംസാരിക്കാനുള്ള കഴിവ് സൃഷ്ടികൾക്ക് കൊടുക്കൽ കൊണ്ടല്ലേ. വതസിൽ ഖുറൂജി മിൻ മവാലിഹ മിനൽ ഹൽഖി വൽ ലിസാനി വശഫത്തൈനി ചുണ്ടിൽ നിന്നും നാവിൽ നിന്നും ഹൽക്കിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, തൊണ്ടയിൽ നിന്നൊക്കെ അതിൻ്റെ അവകളുടെ സ്ഥലങ്ങളിൽ നിന്ന് അക്ഷരങ്ങളുടെ അവകളുടെ സ്ഥലങ്ങളിൽ നിന്ന് പുറപ്പെടൽ എളുപ്പമാക്കൽ കൊണ്ട് ആണല്ലോ ഖുർആൻ ഓതാൻ കഴിയുക. അലഖ്തിലാഫി മഖാരിജ വൻവായ നീ അപ്പോൾ അങ്ങനെയും പറഞ്ഞവരുണ്ട്. അപ്പോൾ ബയാനിന് രണ്ടർത്ഥമായി, ഒന്നിന് സംസാരിക്കാനുള്ള കഴിവ് നൽകി, അല്ലെങ്കിൽ നന്മയും തിന്മയും എന്ത് ചെയ്തു പഠിപ്പിച്ചു, അങ്ങനെയും ആകാം. ഇനി വഖൗലു അശംസ് വൽ ഖമറു ബി ഹുസ്ബാൻ സൂര്യനും ചന്ദ്രനും ബി ഹുസ്ബാൻ എന്ന് വെച്ചാൽ യജിരിയാനി അവർ രണ്ടും സഞ്ചരിക്കുന്നു എന്നാണ്. ബി ഹുസ്ബാൻ ഒരു കണക്കനുസരിച്ച് മുത്തആഖിബൈനിയായിട്ട് ബി ഹിസാബിൻ അവരെന്ത് ചെയ്യും എന്താണ് ഒന്നിന് ശേഷം മറ്റൊന്നായിട്ട് സഞ്ചരിക്കും, അതായത് ഉടനെയായിട്ട്. ബി ഹിസാബ് ഒരു കണക്കനുസരിച്ച്. മുഖന്നൻ ലാ യഖ്തലിഫു വലാ യഖ്തലിഫ് അത് എതിരാകാത്ത കണക്കനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു സഞ്ചരിക്കുന്നു, ഒന്നിന് ശേഷം ഒന്നായിട്ട് സഞ്ചരിക്കുന്നു. അവർ അതിലെന്ത് ചെയ്യുന്നില്ല, എതിര് വരുത്തുന്നില്ല. ലശംസ് യംബഗി ലഹ അൻ തുദ്രിക്കൽ ഖമർ അത് പറഞ്ഞില്ലേ ഖുർആൻ പറഞ്ഞു ലശംസ് യംബഗി ലഹ അൻ തുദ്രിക്കൽ ഖമർ
സൂര്യന് യോജിച്ചതല്ല അത് ചന്ദ്രനെ എത്തിക്കാൻ. അതുപോലെ തന്നെ വലല്ലൈലു സാബിഖുൻ നഹാർ, രാത്രി എന്തില്ല പകലിനെ മുൻകടക്കുകയില്ല. അത് സൂറത്ത് യാസീനിലെ 40-ാമത്തെ ആയത്തിൽ പറഞ്ഞു വക്കുല്ലം ഫി ഫലകി യസ്ബഹൂൻ എന്നല്ല പറഞ്ഞത്. എല്ലാം അതിൻ്റെ സഞ്ചാരപഥത്തിലൂടെ സഞ്ചരിക്കുകയാണെന്ന് പറഞ്ഞു. വഖാല തആല ഫാലിഖുൽ ഇസ്ബാഹി വജഅല ലൈല സകനം വശംസ വൽ ഖമറ ഹുസ്ബാന ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. അതെല്ലാം അള്ളാഹ് കണക്കാക്കിയാണ്. സൂര്യനൊക്കെ എന്ത്, സൂര്യനും ചന്ദ്രനും എല്ലാം അള്ളാഹു കണക്കാക്കിയത് പോലെയാണ് സഞ്ചരിക്കുന്നത്. ഇനി വാൻ ഇക്രിമ അന്നഹു ഖാൽ ലൗ ജഅലല്ലാഹു നൂറ ജമീൽ അബ്സാൽ ഇൻസി വൽ ജിന്നി വദ്ദവാബി വത്തൈരി ഫി ഐനി അബ്ദിൻ. ഇപ്പോൾ പറഞ്ഞെന്താ, അള്ളാഹു തആല മുഴുവൻ, അതായത് ജമീഅ അബ്സാരിൽ ഇൻസി വൽ ജിന്നി, മനുഷ്യരുടെയും ജിന്നുകളുടെയും വദ്ദവാബി മൃഗങ്ങളുടെയും വത്തൈരി പക്ഷികളുടെയും എല്ലാം കണ്ണിൻ്റെ ആ പ്രകാശം നൂറിനെ അള്ളാഹു ഫി ഐനി അബ്ദിൻ ഒരടിമയുടെ 2 കണ്ണിലാക്കിയാൽ സുമ കശഫ ഹിജാബൻ വാഹിദൻ, പിന്നെ അള്ളാഹു എന്തൊക്കെ സുമ കശഫ ഹിജാബൻ വാഹിദൻ മിൻ സബീന ഹിജാബൻ ദൂന ശംസി, സൂര്യൻ്റെ ആ മറയെ 70 മറകളിൽ നിന്ന് ഒരു മറ നീക്കിയാൽ, സൂര്യന് 70 മറയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു മറ നീക്കിയാൽ ലമാസ്തത കഴിയൂല ഐ യൻളുറ ഇലൈഹ, അവൻ അതിലേക്ക് നോക്കാൻ കഴിയൂല. അപ്പോൾ അത്രത്തോളം സൂര്യന് പ്രകാശമാണ്. വ നൂറു ശംസി ജുസോമിൻ സബീന ജുസമിൻ നൂറിൽ കുർസി. ഇനി പിന്നെ പറഞ്ഞ നൂറു സൂര്യൻ്റെ പ്രകാശമാണെങ്കിലോ ജുസോമിൻ സബീന ജുസമിൻ നൂറി കുർസി, അള്ളാഹിൻ്റെ കുർസിൻ്റെ പ്രകാശത്തിൻ്റെ ഒരു ഭാഗമാണ്. മിൻ സബീന ജുസ 70 നിന്നുള്ളൊരു ഭാഗമാണ് സൂര്യന് കിട്ടിയേക്കണം. വ നൂറുൽ കുർസി, കുർസീൻ്റെ പ്രകാശമാണെങ്കിലോ ജുസമിൻ സബീന ജുസമിൻ നൂറിൽ അള്ളാഹിൻ്റെ അർശിൻ്റെ 70 പ്രകാശങ്ങളിൽ നിന്നുള്ള ഒരു പ്രകാശമാണ് എന്തിനുള്ളൂ, കുർസീനുള്ളൂ. അപ്പോൾ അർശിൻ്റെ പ്രകാശം നൂറുൽ അർഷ ജുസമിൻ സബീന ജുസമിൻ നൂറി സിത്തിർ, സിത്തിറുണ്ട് മറയുടെ പ്രകാശത്തിൽ നിന്നുള്ള 70 നിന്നുള്ള ഒരു ഭാഗം മാത്രമാണ് അർശിൻ്റെ പ്രകാശം. അപ്പോൾ ഫൻളുർ, അപ്പോൾ നീ ചിന്തിക്കുക, മാതാ ആയത്തല്ലാഹു അബ്ദഹു, അള്ളാഹു അടിമക്ക് മിൻ നൂരി ഫി ഐനൈഹി വഖ്തൻ നദരി ഇലാ വജ്ഹി റബ്ബിഹിൽ കരീമി അയ്യാന റവാഹു ഇബ്നു അബി ഹാത്തിം റിവായത്ത്. അതായത് അപ്പോൾ നീ ചിന്തിച്ചു നോക്കാം, അള്ളാഹുവിനെ കാണാൻ സമയത്ത് അവൻ്റെ അടിമക്ക് അള്ളാഹ് കൊടുക്കുന്ന, അവൻ്റെ 2 കണ്ണിന് കൊടുക്കുന്ന അത് എന്തായിരിക്കുക പ്രകാശം എന്ന് നീ ഒന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് സ്വർഗത്തിൽ കടന്ന് എന്ത് ചെയ്യുക, അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്നല്ലേ. അപ്പോൾ കാണാൻ കഴിയുമ്പോൾ ആ കണ്ണുകൊണ്ട് കാണുമ്പോൾ ആ കണ്ണിനുള്ള പവർ, ആ കണ്ണിന് അള്ളാഹ് അപ്പോൾ കൊടുക്കുന്ന ആ നൂറ് എന്തായിരിക്കുമെന്ന് നീ ചിന്തിക്കുക. ഇനി വഖൗലു വന്നജ്മു വശജറു യസ്ജുദാൻ, സൂര്യനും ചന്ദ്രനും യസ്ജുദാനി, അത് രണ്ടും വന്നജ്മു ഉണ്ട്, നജ്മും വശജറു യസ്ജുദാനി. നജ്മു എന്ന് പറഞ്ഞാൽ എന്താ, 2 അഭിപ്രായമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ നജ്മു എന്ന് പറഞ്ഞാൽ എന്താണ്, ചെടികൾ. വന്ന ഷജറു വൃക്ഷം, അലി വന്നജ്മു വെച്ചാൽ എന്താണ്, നക്ഷത്രം. വശജറു വൃക്ഷം, യസ്ജുദാൻ അത് രണ്ടും സുജൂദ് ചെയ്യുമെന്ന് വെച്ചാൽ കാല ഇബ്നു ജരീർ പറഞ്ഞു ഇഖ്തലഫൽ മുഫസ്സിറുന ഫീ മാനാ ഖൗലി വൻ നജ്ം, നജ്ം എന്ന ഖൗലിൽ ഇഖ്തിലാഫുണ്ട്, വ്യാഖ്യാതാക്കൾ എതിരായിട്ടുണ്ട്. ബാദ ഇജ്തിമായി അല അന്ന ഷജറ മാ ഖാമ അല സാഖിൻ, ഷജർ എന്ന് പറഞ്ഞാൽ തണ്ടിൻ്റെ മേൽ നിൽക്കുന്നതാണെന്ന് യോജിച്ചിട്ടുണ്ട്. അതിനുശേഷം നജ്ം എന്താണെന്ന് എതിരാണ്. ഫറവ അലി ഇബ്നു അബി ത്വൽഹ റിവായത്ത് ചെയ്തു ഇബ്നു അബ്ബാസ് ഉണ്ട് കാല അൻ നജ്മു മസ്തംബത അല വജ്ഹിൽ അർളിൻ, ഭൂമിയിലെ വീണ് കിടക്കുന്ന സാധനം, യഅ്നി മിനൻ നബാത്താണ്, അതായത് ചെടികളാണ് ഉദ്ദേശം. വഖദ കാല സഈദ് ഇബ്നു ജുബൈർ പറഞ്ഞിട്ടുണ്ട് വസുദ്ദി വസുഫിയാൻ വഖദ് ഇഖ്താർ ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി, ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അങ്ങനെ പറഞ്ഞ നജ്മിന് എന്താണ്, നമ്മ വൃക്ഷത്തിൻ്റെ ഇതിലുള്ള ചെടികളാണ് എന്നത്. വഖാല മുജാഹിദൻ അന്നജ്മു അല്ലദി ഫിസ് സമായി, മുജാഹിദ് പറഞ്ഞ അല്ലദി ഫിസ് അന്നജ്മു എന്ന് വെച്ചാൽ അല്ലദി ഫിസ് സമാ, ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെ പറ്റിയ നജ്മു എന്ന് പറയും. വഖദ ഖാലൽ ഹസൻ വഖത വഹാദൽ ഖൗലു ഹുവൽ അൽഹർ വല്ലാഹു അലം.
ഈ കൗലി അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു വൻ നുജൂമു എന്നൊക്കെ പറഞ്ഞ ആയത്തുണ്ടല്ലോ. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ അള്ളാഹിന് സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനോട് ചോദിച്ചത് ഇതാണ്. ഇനി വഖൗലു വസമാ റഫഅഹ വവളഅൽ മീസാൻ. വസമാ ആകാശത്തെ അവൻ ഉയർത്തി, വളഅൽ മീസാൻ അതിന് യഅനി അൽ അദ്ല നീതിയെ വെക്കുകയും ചെയ്തു. തുലാസ് വെച്ചെന്ന് വെച്ചാൽ നീതി. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ ലിയഖൂമൻ നാസു ബിൽ ഖിസ്തി എന്നൊക്കെ അള്ളാഹ് പറഞ്ഞിട്ടില്ലേ. അള്ളാഹു മുർസലുകളെ അയച്ചു വ്യക്തമായ തെളിവുകളുമായിട്ട്. അവർക്ക് നാം എന്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്? അവരുടെ കൂടെ കിതാബും മീസാനും നീതിയും കിതാബും അയച്ചിട്ടുണ്ട്. ലിയഖൂമൻ നാസു ബിൽ ഖിസ്തി ജനങ്ങൾ നീതിയിൽ നിലകൊള്ളാൻ വേണ്ടി. വാഹക്കഥ കാല ഹാവുന അല്ലാ തത്ഗൗ ഫിൽ മീസാൻ എന്ന് ഇവിടെ പറഞ്ഞു. ഹദീദിൽ അങ്ങനെയും പറഞ്ഞു. ഇവിടെ എന്താ പറഞ്ഞ? അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, നിങ്ങൾ മീസാനിൽ നിങ്ങൾ അക്രമം ചെയ്യാതിരിക്കാൻ. ഐ ഖലഖ സമാവാതി വൽ അർള ബിൽ ഹഖ് വൽ അദ്ലി ലിതകൂന അശ്യാ കുല്ല ബിൽ ഹഖ് വൽ അദ്ലി. അള്ളാഹു ആകാശഭൂമികളെ ഹക്കും നീതിയും സത്യവുമായിട്ടാണ് സൃഷ്ടിച്ചത്. വസ്തുക്കളെല്ലാം ഹക്കിലും അതുപോലെ തന്നെ നീതിയിലും ആകാൻ വേണ്ടി. വലിയാദാ കാല വാഖിമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. ഇതുകൊണ്ടല്ല അള്ളാഹ് പറഞ്ഞത് നിങ്ങൾ നീതിപൂർവ്വം തൂക്കത്തെ നിലനിർത്തുക. നിങ്ങൾ തൂക്കത്തെ എന്ത് ചെയ്യരുത്? കുറക്കുക. അതായത് തബ്ഖസുൽ വസ്ന നിങ്ങൾ എന്ത് ചെയ്ത്? നിങ്ങൾ ചതിക്കരുത്. ബൽ സിനു ബിൽ ഹഖ് വൽ ഖിസ്തി നിങ്ങൾ നീതിയും സത്യവുമായിട്ട് തൂക്കണം. കമാകാലത്ത് അള്ളാഹ് പറഞ്ഞില്ലേ വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം. ഷൂറായിൽ പറഞ്ഞത് വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം ചൊവ്വായ തൂക്കം കൊണ്ട് നിങ്ങൾ തൂക്കുക. നീതിപൂർവ്വം തൂക്കണം. വാങ്ങാൻ നേരത്ത് കൂടുതൽ വാങ്ങുക, കൊടുക്കാൻ നേരത്ത് എന്ത് ചെയ്യുക? കുറച്ച് കൊടുക്കുക. അതൊക്കെ ചതിയാണ് അല്ലേ. വഖൗലു അല്ലാഹ വലഅഹ ലില്ലാന ഭൂമിയെ അവൻ സൃഷ്ടികൾക്ക് വേണ്ടി വെച്ചു എന്ന് വെച്ചാൽ ഐ കമാ റഫ സമാ വലഅൽ അർള വ മഹദ. കമാ റഫ ആകാശത്ത് ഉയർത്തതുപോലെ വലഅൽ അർള അവൻ ഭൂമിയെ വെക്കുകയും അതിനെ വിരിപ്പാക്കി തരികയും ചെയ്തു. വർസാഹ ജിബാല റാസിയാത്ത് ഷാമിഖാത്ത് അല്ലേ. അതുപോലെ തന്നെ അവൻ എന്ത് ചെയ്തു? അത് റാസിയാത്തായ ജിബാലുകളെ കൊണ്ട്, ഉയർന്ന ജിബാലുകളെ കൊണ്ട് അവൻ അതിനെന്ത് ചെയ്തു? ആണി വെച്ചു. അതിൽ തസ്തഖിറ ലിമാ അലാ വജിഹ മിനലാന സൃഷ്ടികളിൽ നിന്ന് ഭൂമിയുടെ മുകളിലുള്ളത് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എന്ത് ചെയ്തത്? അവൻ ആണിയായിട്ട് പർവ്വതങ്ങളെ ആണിയാക്കി വെച്ചത്. വഹുമുൽ ഖലായിഖുൽ മുഖ്തലിഫത്തു അൻവാഉം വഅഷ്കാലും വഅൽവാനും വഅൽസിനത്തും ഫി സായിരി അഖ്താരിഹ വഅർജായിഹ. ഫി സായിരി അഖ്താരിഹ വഅർജായിഹ. ഖാലബിൻ മുജാഹിദും സയ്യിദിൻ അൽ അനാമൽ ഖൽഖ് സൃഷ്ടികൾ എന്നാണ് കേട്ടോ. സൃഷ്ടികൾ അനാം എന്ന് വെച്ചാൽ അൽ ഖൽഖ് സൃഷ്ടികൾ എന്നാണ്. പിന്നെ ഫിഹാ വാക്യത്തൻ അതിലുണ്ട് മുഖ്തലിഫത്തുൽ അൻവാനി വ തോമി വ റവാഹി പഴങ്ങളുണ്ട്. വിവിധ രുചികളും മണങ്ങളും അതുപോലെ തന്നെ നിറങ്ങളുമുള്ള പഴങ്ങളുണ്ട് ആ ഭൂമിയിൽ. വൻ നഖ്ലു ദാത്തുൽ അക്മാമുള്ള നഖ്ലുണ്ട്. അഫ്രദോലി ദിക്കിരിലി ഷറഫിവൻ. അപ്പോൾ എന്തുകൊണ്ടാണ് പഴത്തിൽ തന്നെ പെട്ടല്ലോ നഖ്ലും. പിന്നെ നഖ്ലിനെ എടുത്തു പറയാൻ കാരണം അതിന് സ്ഥാനമുണ്ട്. അതിൻ്റെ ഉപകാരമൊക്കെ കൂടിയതിന് വേണ്ടിയിട്ട് അതിനങ്ങനെ എന്ത് ചെയ്തത്? ഈന്തപ്പഴത്തെ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. റത്ബമോ യാബിസായിട്ട് അത് പച്ചക്കും ഉണ്ട്, അതുപോലെ തന്നെ ഉണങ്ങിയതിനുണ്ട്. അക്മാം എന്ന് പറഞ്ഞാൽ എന്താ? ദാത്തുൽ അക്മാം ഈ ഔയത്തു ത്വൽഇന്നാണ്. ആ കൊലയെ പറ്റിയാണ് പറഞ്ഞ. പോള എന്ന് പറയില്ല നമ്മളത് പൊട്ടി വരുമ്പോഴുള്ള പോള. ഭാഗത കാല ഗൈറു വാഹിദ് മുഫസ്സിർ വഹുവല്ലദീ യത്ലുഉ ഫീൽ ഖിൻഉ സുമ്മ യൻഷഖു അനിൽ ഉൻഖൂദി ഫയകൂനു ബുസ്റൻ സുമ്മ റുത്ബൻ സുമ്മ യൻലജു വയതനാഹാ യൻഉഹു വസ്തിവാഉഹു. അപ്പോൾ നമ്മൾ ഈന്തപ്പന കായ്ക്കുമ്പോൾ തന്നെ അറിയാലോ, അത് ആദ്യം ഇങ്ങനെ പൊട്ടി വരാം, പിന്നെ പോളയിൽ നിന്ന് പൊട്ടി വരലും തെങ്ങിൻ്റെ പോലെ തന്നെയാണല്ലോ. قال ابن أبي حاتم ذكر عن عمرو بن علي الصيرفي حدثنا أبو قتيبة حدثنا يونس بن حارث الطائفي عن شعبي
ഫഖത്തബ കൈസർ ഉമർ ഇബ്നുൽ ഖത്താബിലേക്ക് കത്തെഴുതി. ഉഖ്ബിറുക അന്ന റുസുലി അത്തത്തിനി മിൻ ഖിബലിക. എന്ത് പറഞ്ഞ എഴുതിയത്? അങ്ങയുടെ ദൂതൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അയാൾ വാദിക്കുകയാണ് വസഅമത്ത് അന്ന ഖിബലത്തക്കും ഷജറത്തൻ വസഅമത്താണ് അന്ന റുസുലി അത്തത്തിനി മിൻ ഖിബലിക. റുസുലി അവർ വാദിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തൊരു മരമുണ്ടെന്ന്. ലൈസദ് ബി ഖലീഖത്തിൻ ലി ഷൈഇൻ, ഒന്നിനോട് അതിന് എന്തില്ല, സെറ്റിപ്പില്ലാത്ത ഒരു വൃക്ഷം നിങ്ങളുടെ നാട്ടിലുണ്ട്. മിനൽ ഖൈറായ ഒരു അതിനോട് തുല്യമായ നന്മത്ത ഒന്നുമില്ല, ഒരു വൃക്ഷമില്ല. തഖ്റുജു മിസ്ല അദാനിൽ ഹമീരി സുമ തൻഷഖു മിസ്ല ലൂലുയി സുമ തഹ്ലറു ഫതകൂനു മിസ്ല സുമുറദി അഖ്ലരി സുമ തഹ്മറു ഫതകൂനു കൽ യാഖൂത്തിൽ അഹ്മരി സുമ യൻഅനു വയൽജഉ ഫതകൂനു ക അത്യബീൻ ഫാലൗദജ് ഉക്കില സുമ യൈബസു ഫതകൂനു ഇസ്മത്തൻ ലിൽ മുഖീമി വസാദൻ ലിൽ മുസാഫിരി. അതായത് അതിങ്ങനെ എന്താ ചെയ്യുക, കൊലച്ചു വരുമ്പോൾ ഓരോരോ അവസ്ഥകളെ പറ്റി അവർ പറഞ്ഞു. പിന്നെ അത് ഉണങ്ങും, അപ്പോൾ അത് പഴുത്ത തിന്നണ കാര്യം. പിന്നെ അതുപോലെ തന്നെ ഉണങ്ങിയത് എന്ത് ചെയ്യുക, യാത്രക്കാർക്കും അതുപോലെ തന്നെ നാട്ടിലുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക, അത് സൂക്ഷിച്ചു വെച്ചിട്ട് ഭക്ഷിക്കാം. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞൊരു മരം ഉണ്ടല്ലോ, ഫൈൻ തക്കുൻ റുസുലി സദഖത്തനി, നിൻ്റെ ദൂതന്മാർ എന്നോട് സത്യം പറഞ്ഞതെങ്കിൽ ഫലാറ ഹാദി ഷജറ ഇല്ലാമിൻ ഷജറത്തിൽ ജന്ന, ആ വൃക്ഷം ഞാൻ ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് അത് സ്വർഗത്തിലെ വൃക്ഷമല്ലാതെയല്ല. അപ്പോൾ ഫഖത്തബലി ഉമർ ഇബ്നുൽ ഖത്താബ്, അപ്പോൾ ഉമർ തങ്ങൾ അദ്ദേഹത്തിലേക്ക് കത്തെഴുതി. എന്താ പറഞ്ഞത്? മിൻ ഉമറ അമീറുൽ മുഅ്മിനീൻ ഇലാ കൈസർ മിൽക്കി റോമയുടെ രാജാവായ കൈസറിലേക്ക് ഉമർ തങ്ങൾ കത്തെഴുതി. ഇന്ന റുസുലക ഖദ് സദഖൂക, നിൻ്റെ അടുത്ത് വന്ന ദൂതന്മാർ നിന്നോട് സത്യമാണ് പറഞ്ഞത്. ഹാദിഹി ഷജറത്തു ഇന്ധന, ആ വൃക്ഷം ഞങ്ങളുടെ അടുക്കുണ്ട്. വഹിയ ഷജറത്തുലെത്തി അമ്പത്തല്ലാഹു അല മറിയം ഹീന നുഫിസത്ത് ബി ഈസബിന് മറിയം, അത് അള്ളാഹു മറിയം ബീവിക്ക് വേണ്ടി മുളപ്പിച്ചു കൊടുത്ത ഹീന നുഫിസത്ത് ബി ഈസബിന് മറിയം, ഈസാ നബിയെ അവർ പ്രസവിച്ച സമയത്തെ, അല്ലെങ്കിൽ അവർ ഗർഭം ചുമന്ന സമയത്ത്. അതുകൊണ്ട് ഫത്തഖില്ല വലാ തത്തഖിദ് ഈസ ഇലാഹ മിൻ ദൂനില്ല, അതുകൊണ്ട് അള്ളാഹിനെ സൂക്ഷിക്കുക. വലാ തത്തഖിദ് ഈസ ഇലാഹ, അള്ളാഹു അല്ലാത്ത ഇലാഹായിട്ട് ഈസയെ നീ ആക്കരുത്. ഫൈന്ന മസല ഈസ ഫൈന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകുൻ അൽ ഹഖ്ഖു മിൻ റബ്ബിക ഫലാ തകുൻ മിനൽ മുംതരി. സൂറത്തുൽ ഇമ്രാനിലെ 59-ാമത്തെ ആയത്ത് ഓതിന്നാണ്. ഏതാത്? ഈസാ നബിയുടെ ഉപമ അള്ളാഹിൻ്റെ അടുക്കൽ ആദം നബിയുടെ ഉപമ പോലെയാണ്. അള്ളാഹു ആദം നബിയെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, അതുകൊണ്ട് സുമ്മ ഖാല ലഹു കുൻ ഫയകുൻ എന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് ആ മണ്ണ് കൊണ്ട് രൂപം സൃഷ്ടിച്ചിട്ട് അതിനോട് അള്ളാഹു ഉണ്ടാകാൻ പറഞ്ഞു. അപ്പോൾ അതെന്ത് ചെയ്തു? മനുഷ്യനായി എന്നല്ലേ. അപ്പോൾ അങ്ങനെ അതുപോലെ എന്താണ്, പിതാവും മാതാവുമില്ലാതെ ആദമിനെ സൃഷ്ടിച്ചു. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? ഈസാ നബിയെ പിതാവില്ലാതെ സൃഷ്ടിച്ചു. അപ്പോൾ അത് ഉപമയാക്കി പറഞ്ഞതാണ്. വഖീല അൽ അക്മാമു റുഫാത്തുഹ വഹുവൽ ലൈഫു അല്ലദി അലാ ഉനുഖിൻ നഖല വഹുവ ഖൗലുൽ ഹസൻ വഖത്താദ വൽഹബ്ബുൽ അസ്ഫി വറൈഹാൻ. ഇനി വൽഹബ്ബുൽ അസ്ഫി വറൈഹാൻ ഖാല അലി ഇബ്നു അബി തൽഹ അൻ ഇബ്നു അബ്ബാസ് വൽഹബ്ബുൽ അസ്ഫി വൽഹബ്ബുൽ അസ്ഫി അസ്ഫുള്ള ധാന്യം, അതായത് തിബിന് വൈക്കോലുള്ളത്, വൈക്കോലുള്ള എന്താണ് ധാന്യം ഉണ്ടല്ലോ. ഇനി അൽ അസ്ഫു അൽ വറഖു സറഇ അൽ അഖ്ലരി ലദി ഖുതിഅ റൂസുഹു വഹു യുസമ്മൽ അസ്ഫ് ഇദാ യബിസ വഖദാ ഖാല ഖതാദ വല്ലഹഖ് വഅബു മാലിക് അസ്ഫു തിബ്നുഹു വഖാല ഇബ്നു അബ്ബാസ് മുജാഹിദുൻ ഗൈറു വാഹിദ് വറൈഹാൻ യനിൽ വറഖ് ഇലയാണ്. വഖാല ഹസൻ ഹുവ റൈഹാനുക്കും ഹാദാ, റൈഹാൻ എന്ന് വെച്ചാൽ ഖാല അലി ഇബ്നു അബി തൽഹ പറഞ്ഞു അൻ ഇബ്നു അബ്ബാസ് റൈഹാനുൽ ഖളിറു സറ അല്ലേ, കൃഷിയിൽ നിന്ന് പച്ചൻ. വമാന ഹാദ വല്ലാഹു അലം അന്നൽ ഹബ്ബ കൽ കംഹി വശഈരി വനഹമ ഫി ഹാലി നബാതി അസ്ഫൻ വഹുമാ അലാ സുംബുലത്തി വറൈഹാൻ വഹുൽ വറഖുൽ മുൽതഫു അലാ സാഖിഹ.
ഇനി ഖൗലു ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. ഫബി അയ്യി ആലാഇ യാ മാശറ സഖലൈൻ മിനൽ ഇൻസി വൽ ജിന്നി തുകദ്ദിബാനി. ഫബി അയ്യി ആലാഇ ഏത് ആലാ കൊണ്ടിട്ടാണ്, ഏത് ദൃഷ്ടാന്തങ്ങളെയാണ് ഓ യാ മാശറ സഖലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് സംഘമേ, മിനൽ ഇൻസി വൽ ജിന്നി മനുഷ്യരുടെ ജിന്നുകളിൽ നിന്നുള്ള സംഘമേ, തുകദ്ദിബാൻ നിങ്ങൾ കളവാക്കുന്നത്. ഖാലു മുജാഹിദൻ വഗൈറു വാഹിദ് വയദുല്ലു അലൈഹി സിയാഖു ബാദു അയ്യിൻ നിഅമി ളാഹിറത്തുൻ അലൈക്കും വഅൻതും മഗ്മൂറൂന ബിഹാ ലാ യസ്തതിഊന ഇൻകാറഹാ വലാ ജുഹൂദുഹാ ഫനഖുൽ കമാ ഖാലൽ ജിന്നു വൽ മുഅ്മിനൂൻ അല്ലാഹുമ്മ വലാ ബിശൈഇൻ മിൻ ആലായിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. വകാന അലി ഇബ്നു അബീ താലിബ് ഇബ്നു അബ്ബാസ് യഖൂൽ ലാ ബിഅയ്യിഹാ യാ റബ്ബ് ഐ ലാ നുകദ്ദിബു ബിശൈഇൻ മിൻഹാ. ഇബ്നു അബ്ബാസ് ഇങ്ങനെ പറയും, ലാ ബി അയ്യിഹാ യാ റബ്ബ് ഐ ലാ നുകദ്ദിബു ബിശൈഇൻ മിൻഹാ. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവർ പറഞ്ഞ മറുപടി. ഇപ്പം ഈ ആലായി കേൾക്കുമ്പോൾ ഇങ്ങനെ മറുപടി പറയണോ? ഖാല ഇമാം അഹ്മദ് ഹദ്ദസനാ യഹ്യ ഇബ്നു ഇസ്ഹാഖ് ഹദ്ദസനാ ഇബ്നു ലഹീബ് അൻ അബിൽ അസ്വദ് അൻ ഉർവ അൻ അസ്മാ ബിൻത് അബീ ബക്കർ ഖാലത്ത് സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യഖറഉ നബി വഹുവ യുസല്ലി നഹ്വ റുക്നി ഖബല അൻ യുസ്ദഅ ബിമാ യുമർ വൽ മുശ്രികൂന യസ്തമിഊന ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. വഹുവ യഖറഉ റസൂലുള്ളാഹിനെ ഞാൻ കേട്ടു നബി ഓതുന്നു. വഹു യുസല്ലി നഹ്വ റുക്നി ഖബല അൻ യുസ്ദഅ ബിമാ യുമർ വൽ മുശ്രികൂന യസ്തമിഊന. നഹ്വ റുക്നി ഖബല അൻ യുസ്ദഅ ബിമാ യുമർ വൽ മുശ്രികൂന യസ്തമിഊന. നബി തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ഇത് ഓതുന്നതായിട്ട് ഞാൻ കേട്ടു അല്ലേ. മുശ്രിക്കീങ്ങൾ അതിനെ ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.